ഹായ് ഫ്രണ്ട്സ്, VS വേൾഡിൻ്റെ ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി വന്നിട്ട് മുംബൈയുടെ സ്വന്തം ഫേമസ് സ്ട്രീറ്റ് ഫുഡായ പാവ് ഭാജിയാണ്. ഈ റെസിപ്പി വന്നിട്ട് നിങ്ങൾക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഭാജി കറി വന്നിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലിയുടെയും ദോശയുടെയും ഒക്കെ ഒപ്പം ഒരു നല്ലൊരു സൈഡ് ഡിഷായിട്ട് കഴിക്കാനും കൂടിയും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാവ് ഭാജിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായി വേണ്ടത് കോളിഫ്ലവർ, ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത്, 2 ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത്, പിന്നെ ഗ്രീൻ പീസ്, പിന്നെ വന്നിട്ട് ഒരു ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം, മല്ലിച്ചപ്പ് കട്ട് ചെയ്ത്, ഒരു 2 ടൊമാറ്റോ കട്ട് ചെയ്ത്, പിന്നെ വന്നിട്ട് ഉപ്പ്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ പാവ് ഭാജി മസാല, പിന്നെ വന്നിട്ട് ഇതാണ് പാവ്, മിൽക്ക് ബ്രെഡ് എന്നും പറയും. ഇത് വന്നിട്ട് നാരങ്ങ നമ്മുടെ ഭാജിയിലോട്ട് നമുക്ക് സ്ക്വീസ് ചെയ്യാനുള്ളതാണ് സെർവ് ചെയ്യുന്ന സമയത്ത്. പിന്നെ വന്നിട്ട് ബട്ടർ. ആദ്യം നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കറിലിട്ട് ഒരു 4 വിസിലടിച്ചെടുക്കാം. ഗ്രീൻ പീസ്, കോളിഫ്ലവർ, നമ്മുടെ ക്യാരറ്റ്, പൊട്ടറ്റോ ഇതെല്ലാം നമുക്ക് കുക്കറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 വിസിലടിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് ബട്ടർ ഇട്ടിട്ട് ബട്ടർ മെൽട്ടായി വരുന്ന സമയത്ത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ബട്ടറിലോട്ട് ആഡ് ചെയ്ത് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് പോകുന്നവരൊന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഉള്ളി ആഡ് ചെയ്ത് ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്യണം. ഉള്ളി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്കിത് അടച്ചു വെച്ചിട്ടും വേവിക്കാം, തുറന്ന് വെച്ചിട്ടും വേവിക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ ഏകദേശം നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് നമ്മുടെ വേവിച്ച് വെച്ച വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു മാഷർ യൂസ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സ് ചെയ്ത് വരുന്നുണ്ട്. മിക്സ് ആയതിനു ശേഷം നമ്മളുടെ ഈ മാഷർ യൂസിട്ട് നന്നായി ഒന്ന് മാഷ് ചെയ്യണം. ഇങ്ങനെ മാഷ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ വെജിറ്റബിൾസിൻ്റെ പീസായി കിടക്കേണ്ടതൊന്നും കാണാൻ പാടില്ല. നന്നായി മാഷ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായി മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ പാവ് ഭാജി മസാല ഏകദേശം ഒരു 1.5 സ്പൂൺ പാവ് ഭാജി മസാല ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി, തിക്ക് കൺസിസ്റ്റൻസി എത്തിയാൽ നമ്മൾ അതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ഭാജി കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാവ് എടുത്ത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം തവയിൽ ലേശം ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് നമ്മുടെ ഈ പാവ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ബട്ടറിൻ്റെ മീതെ ഈ പാവ് വെച്ച് ഇങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് എല്ലാ പാവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പാവും ഇങ്ങനെ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ പാവ് കട്ട് ചെയ്യുന്ന ആ സെൻറ്റർ അവിടെയാണ്, ആ സൈഡിലാണ് ബട്ടർ വെച്ച് നന്നായി ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പാവൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പാവ് ഭാജി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കണം.
പിന്നെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.